നമസ്കാരം, എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഫേസ് കാണിച്ചിടാനായിട്ട് ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഫേസില്ലാത്ത വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. കറണ്ടില്ല, മഴയുടെ ഭയങ്കര ഇതാണ്, എല്ലായിടത്തും മഴ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക, പ്രകൃതിയുടെ ദുരന്തങ്ങളിലൊക്കെ ചെന്ന് പെടാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൊറോണയുടെയൊക്കെ ഇത് കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ അതുപോയിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളിന്ന് രാജമാതംഗി ദേവിനെ കുറിച്ചിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ത്രീ പുരുഷ വശ്യത്തിനും അതുപോലെ ലോകവശ്യത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന മന്ത്രമാണ്. പൂജകളൊക്കെ ചെയ്ത് ഇതായിട്ടിരിക്കുന്നവർ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ നമ്മുടെ പൂർവികരായിട്ട് എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളാണ്, അതൊക്കെ എത്രത്തോളം ഫലവത്താണ് എന്ന് നമ്മൾ കരുതി കൂട്ടി ജപിക്കുക, അതും മനസ്സിൽ വെക്കുക, വിശ്വാസത്തോടെ അത് ചെയ്യുക. രാജമാതംഗി ദേവിയുടെ മന്ത്രമാണ്. എല്ലാ സർവ്വരോഗവശ്യങ്ങൾക്കൊക്കെ, ലോകവശ്യത്തിനും അതുപോലെ സ്ത്രീ പുരുഷ വശത്തിനും ഇതിനൊക്കെ നല്ലതായിട്ടുള്ള ഒരിതാണ്. രാത്രി 7 മണിക്ക് ശേഷമാണ് ഇത് ജപിക്കേണ്ടത്. നമുക്ക് 3, 9, 11 സംഖ്യ വീതം ജപസംഖ്യയായിട്ട് എടുക്കാം. രാത്രി 7 മണിക്ക് ശേഷം ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ്. അപ്പോൾ മന്ത്രം ഞാൻ എഴുതിയിടാം, അപ്പോൾ നിങ്ങളത് കേട്ടിട്ട് ജപിക്കുക. അപ്പോൾ ഇതാണ് മന്ത്രം. ഓം ഐം ഹ്രീം ശ്രീം ഐം ക്ലീം സൗഹ് ഓം നമോ ഭഗവതി ശ്രീ മാതംഗേശ്വരി സർവജന മനോഹരി സർവമുഖരഞ്ജിനി ക്ലീം ഹ്രീം ശ്രീം സർവരാജവശങ്കരി സർവ സ്ത്രീ പുരുഷ വശങ്കരി സർവദുഷ്ട മൃഗവശങ്കരി സർവസ്വത്വശങ്കരി സർവലോകവശങ്കരി ആമുഖമേ വശമാനയ സ്വാഹ സൗഹ് നമ ക്ലീം ഐം ശ്രീം ഹ്രീം ഐം എന്നതാണ് മന്ത്രം. ഒന്നുകൂടി പറയാം. ഓം ഐം ഹ്രീം ശ്രീം ഐം ക്ലീം സൗഹ് ഓം നമോ ഭഗവതി ശ്രീ മാതംഗേശ്വരി സർവജന മനോഹരി സർവമുഖരഞ്ജിനി ക്ലീം ഹ്രീം ശ്രീം സർവരാജവശങ്കരി സർവ സ്ത്രീ പുരുഷ വശങ്കരി സർവദുഷ്ട മൃഗവശങ്കരി സർവസത്വവശങ്കരി സർവലോകവശങ്കരി ആമുഖമേ വശമാനയ സ്വാഹ സൗ നമ ക്ലീം ഐം ശ്രീം ഹ്രീം ഐം എന്നാണ് മന്ത്രം. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, ശ്രദ്ധിച്ചോളൂ. ഓം ഐം ഹ്രീം ശ്രീം ഐം ക്ലീം സൗഹ് ഓം നമോ ഭഗവതി ശ്രീ രാജവശങ്കരി സർവമുഖരഞ്ജിനി ക്ലീം ഹ്രീം ശ്രീം സർവരാജവശങ്കരി സർവസ്ത്രീ പുരുഷവശങ്കരി സർവദുഷ്ട മൃഗവശങ്കരി സർവസത്വവശങ്കരി സർവലോകവശങ്കരി ആമുഖമേ വശമായ സ്വാഹ സൗ നമ ക്ലീം ഐം ഹ്രീം ഐം ശ്രീം ഹ്രീം ഐം എന്നതാണ് മന്ത്രം. അപ്പോൾ ഞാൻ എഴുതിയിടാം, നിങ്ങൾക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 7 മണിക്കാണ് ജപിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച വെള്ളിയാഴ്ച തുടങ്ങാനായിട്ട് ഉത്തമമാണ്. 3, 9, 11 ജപസംഖ്യ രാത്രി 7 മണിക്ക് ശേഷം ജപിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ജപിക്കുന്നതിലൂടെ അസർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ദശമഹാവിദ്യകളിൽപ്പെട്ടതാണ് രാജമാതംഗി എന്ന് പറയുന്ന ദേവത. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടൊരു ദിവസം നേർന്നുകൊണ്ട് എൻ്റെ ഈ എളിയ ഒരു ചാനൽ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നന്ദി, നമസ്തേ. ഓം നമഃ ശിവായ. ഓം ഐം ക്ലീം സൗഹ്രീം ഭദ്രകാളി നമഃ.